ലോഡ്ജിൽ കുഴഞ്ഞു വീണുള്ള മരണം. ശാസ്തമംഗലം സ്വദേശി സജിമോന്റെ മരണം അങ്ങനെയെന്നായിരുന്നു പോലീസിന്റെ ആദ്യ ധാരണ. പോസ്റ്റ്മോർട്ടത്തിനിടയിൽ ഫോറൻസിക് സർജൻ ഉണ്ടായ ചില സംശയങ്ങൾ, അതാണ് വഴിത്തിരിവായത്. പുറമെ പരുക്കുകളില്ലെങ്കിലും ആന്തരികമായി കണ്ട ക്ഷതങ്ങൾ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. ഉടൻ തന്നെ ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചതോടെ ഒളിവിലിരുന്ന പ്രതികളെ മണിക്കൂറുകൾക്കകം കണ്ടെത്താനും കഴിഞ്ഞു. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ കാത്തിരുന്നുവെങ്കിൽ പ്രതികൾ സംസ്ഥാനം തന്നെ വിട്ട് രക്ഷപ്പെട്ടു പോകുമായിരുന്നു. ചടുലമായ നീക്കങ്ങൾ ഈ രണ്ടു പ്രതികളെയും അകത്താക്കി. കഴിഞ്ഞ ദിവസമാണ് ശാസ്തമംഗലം സ്വദേശി സജിമോനെ തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിലെ ലോഡ്ജിൽ അബോധാവസ്ഥയിലായ നിലയിൽ ജീവനക്കാർ കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു. ചികിത്സയ്ക്കിടെ മരണം സംഭവിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നുള്ള സാധാരണ മരണമെന്നാണ് കരുതിയത്. എന്നാൽ ഫോറൻസിക് സർജൻ നൽകിയ വിവരമനുസരിച്ച് പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. ഇതോടെ സജിമോന്റെ സുഹൃത്തുക്കളായ ശ്രീജിത്തും കൃഷ്ണപ്രസാദും വലയിലായി. ഇരുവരും ഇടപ്പഴഞ്ഞ സ്വദേശികളാണ്. കൊല്ലപ്പെട്ട സജിമോനും പ്രതികളും സുഹൃത്തുക്കളാണ്. ഇവർ തമ്മിൽ ചില സാമ്പത്തിക തർക്കങ്ങളും ഉണ്ടായിരുന്നു. ശ്രീജിത്താണ് സജിമോനെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി മുറിയെടുത്തു കൊടുത്തത്. തുടർന്ന് 3 പേരും മദ്യപിച്ചു. സാമ്പത്തിക ഇടപാട് സംസാര വിഷയമായി, തർക്കമായി. 2 പ്രതികളും ചേർന്ന് സജിമോനെ ക്രൂരമായി മർദ്ദിച്ചു. ഇയാൾ അവശനായതോടെ ഇരുവരും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മുങ്ങി. പിന്നീട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. സ്ത്രീയെ അപമാനിച്ച കേസിൽ പ്രതിയാണ് മരിച്ച സജിമോൻ. പിടിയിലായ ശ്രീജിത്തും മറ്റൊരു കേസിൽ പ്രതിയാണ്. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ബിനുകുമാർ, തമ്പാനൂർ CI സുനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.